വിവാദങ്ങൾക്കിടെ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിക്കും. കോഴിക്കോട്ടെ സമസ്ത ഓഫീസിലാണ് കൂടിക്കാഴ്ച തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനിൽക സെയ്ദ് ചേരുന്നു. അനിൽക, ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള അവരുടെ പിന്തുണ സ്വീകരിക്കൽ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ള പരാമർശം, ഇതൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയമായി പുകയുന്നതിനിടെ വിവാദമാകുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച. കാര്യങ്ങൾ വിശദീകരിക്കാനാണോ സണ്ണി ജോസഫ് അദ്ദേഹത്തെ കാണുന്നത്? തീർച്ചയായും ലക്ഷ്മി അങ്ങനെ തന്നെ കരുതേണ്ടി വരും. നമുക്കറിയാം, വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ രീതിയിൽ അതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സമസ്തയുടെ ഓഫീസിൽ നേരിട്ട് സന്ദർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനായിരിക്കും ഇത്തരത്തിൽ KPCC പ്രസിഡന്റ് സന്ദർശനമെന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, വെൽഫെയർ പാർട്ടി ഇത്തരത്തിൽ UDFന് പിന്തുണ കൊടുത്ത ഘട്ടത്തിൽ തന്നെ അത്തരത്തിൽ ഈ മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. കൂടാതെ പ്രതിപക്ഷ നേതാവ് വെൽഫെയർ പാർട്ടിക്ക്, അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്തരത്തിൽ മതരാഷ്ട്രവാദമൊന്നുമില്ല എന്ന പ്രസ്താവന മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ രീതിയിൽ അതൃപ്തി വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് KPCC പ്രസിഡന്റ് സന്ദർശനം ജിഫ്രി തങ്ങളെ സന്ദർശിക്കുന്നത്. നമുക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. ഇവിടെ PV അൻവറും അതോടൊപ്പം തന്നെ BJPയും മത്സരത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ചതുഷ്കോണ മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ഓരോ വോട്ടും ഇത്തരത്തിൽ വി.ഡി. സതീശൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രസ്ഥാനമായിരുന്നു വെൽഫെയർ പിന്തുണ. ഇത്തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ UDFൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായിട്ടുള്ള EK വിഭാഗം സുന്നികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ അത് പ്രതിഫലിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് UDFനെ തന്നെയായിരിക്കുമെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 12 മണിക്ക് ഇത്തരത്തിൽ കോഴിക്കോട്ടെ സമസ്ത ഓഫീസിലെത്തി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ KPCC പ്രസിഡന്റ് സന്ദർശിക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ AP വിഭാഗം സുന്നികൾക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയും അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ്റെ പ്രസ്താവനയും വലിയ രീതിയിലുള്ള അതൃപ്തി പ്രകടമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ഇന്നലെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം അദ്ദേഹം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ പോകുക എന്ന കാര്യത്തിൽ ഇതൊരു വ്യക്തത വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഘടനകൾക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 സമസ്തക്കാരുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഈ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ഉമർ ഫൈസി മുക്കം അവരെ അതായത് ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നൊരു പ്രസ്താവന, അതിരൂക്ഷമായൊരു വിമർശനം ഉമർ ഫൈസി മുക്കം ഇന്നലെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമസ്തയിലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ UDFന്, അതായത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ UDFനെ ബാധിക്കുമെന്ന തോന്നലിലാണ് ഇത്തരത്തിൽ സന്ദർശനം. തീർച്ചയായും നിർണായകമാണ് ആ കൂടിക്കാഴ്ച. അനിൽക സെയ്ദാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.